ഹലോ, ഇറ്റ്സ് മീ മാക് ഫ്രീ സ്റ്റൈൽ. ഞാനിപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ബേസിക് വീൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റൺസ് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ജസ്റ്റ് പ്രാക്ടിക്കൽ അല്ല, ഒരു തിയറി വീഡിയോ പോലെ അതിന് എന്തൊക്കെ രീതിയിലുള്ള എളുപ്പത്തിൽ ബേസിക് വീലുമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള വീഡിയോസും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു വീഡിയോയും കാണും. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് വീഡിയോ കേൾക്കുക. എന്നിട്ടത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. മാക്സിമം നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മളതിൻ്റെ തിയറി പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് മുമ്പ് തിയറി പഠിക്കുക. ഞാനിത് ഇങ്ങനെ ബന്ധപ്പെടുത്തി പറയുന്നതിന് കുറച്ചും കൂടി എളുപ്പം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ നമ്മൾ വീല് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ആദ്യം തന്നെ എല്ലാവർക്കും അറിയാം, നമുക്ക് പ്രൈവറ്റ് ഒരു സ്ഥലം വേണം, ബൈക്ക് വേണം, ഹെൽമെറ്റ്, ജാക്കറ്റ്, ഗ്ലൗസ്, ഷൂസ് ഇതൊക്കെ നിർബന്ധമായിട്ട് ഇടുക. ജാക്കറ്റും ബിഗിനേഴ്സ് ഉറപ്പായിട്ടും ഇടണം. പ്രൊഫഷണൽസ് എന്തായാലും ഇടാതിരിക്കില്ല, ഉറപ്പാണ്. പക്ഷേ ബിഗിനേഴ്സ് പഠിക്കുന്നവർ നിങ്ങളുടെ സേഫ്റ്റി നോക്കുക. പിന്നെ ഒറ്റയ്ക്ക് എവിടെയും പോയി കിടന്ന് സ്റ്റണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. കാര്യം അപകടം ഒളിച്ചിരിക്കുന്ന സംഭവമാണ് ബൈക്ക് സ്റ്റണ്ടിങ്. എന്തെങ്കിലും സംഭവിച്ചാൽ ഒറ്റയ്ക്ക് പോയി ചെയ്യുന്നത് ഞാൻ പലരും കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് പോകാതിരിക്കുക, ആരെങ്കിലും കൂടെ കൊണ്ടുപോകും. നമുക്ക് എന്തെങ്കിലും പറ്റിയാലോ ഒന്ന് എടുത്തോളും. പോകണമെങ്കിൽ ഒരാൾ കൂടെ വേണം. അതുകൊണ്ടാണ്. അപ്പം എങ്ങനെയാണ് ബേസിക് വീല് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അടുത്ത വീഡിയോകളിൽ നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ളതും കാണിക്കും. അപ്പോൾ ബേസിക് വീല് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ഇരിക്കുന്ന സിറ്റിംഗ് പൊസിഷനാണ്. എപ്പോഴും വണ്ടിയിൽ ഒരുപാട് കയറിയിരിക്കാതെ കുറച്ച് ഇറങ്ങി വണ്ടി റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ട് നമ്മൾ ഒത്തിരി അള്ളിപ്പിടിച്ച് എന്താ പറയുക, വണ്ടിയിൽ ഫുള്ളായിട്ട് ഹോൾഡ് ഇങ്ങനെ മുന്നോട്ട് കയറി വണ്ടിയെ ഇങ്ങനെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് പിടിക്കാതെ വണ്ടിയെ റിലാക്സ് ചെയ്യുക. നമ്മൾ റിലാക്സ് ചെയ്ത് കുറച്ച് വണ്ടിയെ ഫ്രീ ആക്കി നമ്മൾ റിലാക്സ് ചെയ്ത് കുറച്ച് പുറകോട്ട് ഇറങ്ങിയിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആ ഒരു നമ്മൾ വളരെ കംഫർട്ടാണ് എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുന്നൊരു പൊസിഷൻ നമ്മൾ കണ്ടെത്തുക. അതിനുശേഷം എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഫുഡ് ഡ്രാഗ് വീലി ആയിരിക്കും ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത്. കാര്യം ഇപ്പോഴത്തെ കാലത്തുള്ള എല്ലാവരും പഠിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. പണ്ടുള്ളവർ ഇരുന്ന് വണ്ടി റോഡിലിട്ട് പൊക്കിയൊക്കെ തന്നെയാണ് പഠിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു അൺലോക്കിംഗ് പോയിൻ്റ് ആണ്. ഒരിക്കലും ഒരു ഷോർട്ട് കട്ടല്ല. ഈ അൺലോക്കിംഗ് പോയിൻറ്റ് നമ്മൾ പഠിക്കാൻ എളുപ്പം ഫുഡ് ഡ്രാഗ് വീലിയാണ്. ഇപ്പം ബേസിക് വീല് പഠിക്കുന്നവർക്ക്, ബേസിക്കായിട്ട് സിറ്റ് ഡൗൺ വീല് പഠിക്കുന്നവർക്ക് ഫുഡ് ഡ്രാഗ് വീലിയാണ് ഏറ്റവും ബെസ്റ്റ്. ബ്രേക്കിങ് പഠിക്കാനാണേലും ബോഡി ബാലൻസ് ആണേലും എല്ലാം. പിന്നെ വണ്ടി നമ്മൾ ഇരുന്ന് ഓക്കെ ആയി, നമ്മളൊരു കാല് ലെഫ്റ്റ് ലെഗ് നിലത്തിട്ട് അതിനെ ഡ്രാഗ് ചെയ്യുക. ഒരിക്കലും ഹോൾഡ് ചെയ്ത് നിലത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ചോട്ടി പിടിക്കരുത്, ഡ്രാഗ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു സംഭവം. അപ്പോൾ ഈ ഫുഡ് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ഹൈറ്റ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വണ്ടി ലിഫ്റ്റ് ചെയ്ത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇടത്തെ കാല് നമ്മൾ വണ്ടിയിലിരിക്കുന്ന സമയത്ത് നിലത്ത് കുത്തി വെക്കാറുണ്ടല്ലോ. അപ്പം വണ്ടി പൊങ്ങി ഒരു 65-75 ഡിഗ്രിയിലോട്ട് വരുന്ന സമയത്ത് റിട്ടേൺ ഈ കാല് റോഡിൽ വരും. ഈ വണ്ടി ലിഫ്റ്റ് ചെയ്യുന്ന ആ ടൈം തൊട്ട് ഒരു 65 എബോവ് ഡിഗ്രിയിലോട്ട് വണ്ടി വരുന്നത് വരെ നമ്മുടെ കാല് എപ്പോഴും കൂടെ പൊങ്ങിപ്പോകും. ശേഷം വണ്ടി ഹൈറ്റ് വന്നു കഴിഞ്ഞാൽ കാല് ഫ്രീ ആയിട്ട് ഇടുന്ന സമയത്ത് റിട്ടേൺ അത് റോഡിൽ വരും. അപ്പം നമുക്ക് ഹൈറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കും വീൽ ചെയ്യുന്ന സമയത്ത്. അപ്പം അതിനു മുമ്പ് ഈ സിറ്റിംഗ് പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്ത് കാലൊക്കെ ഫ്രീ ആക്കി ഇട്ടതിന് ശേഷം നമ്മൾ ക്ലച്ച്, ആക്സിലേറ്റർ, ബ്രേക്ക് 3 ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ക്ലച്ച് വിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി പൊങ്ങും എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് പൊങ്ങി വന്നാൽ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ബ്രേക്കിങ് എങ്ങനെ പഠിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് നമ്മുടെ മെൻ്റലി നമ്മുടെ മൈൻഡിലോട്ട് ഇതിനെ മൈൻഡിൽ നമ്മൾ സേവ് ചെയ്ത് അത് ഔട്ട്പുട്ട് കൊണ്ടുവന്നെങ്കിൽ നമ്മളെപ്പോഴും റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ എനിക്കൊന്നൊരു 1 വീക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ബ്രേക്കിങ് പഠിക്കാൻ പറ്റും. അപ്പം വണ്ടി ഇരുന്ന് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹിപ്പ് കൊണ്ട് കുറച്ച് വെയിറ്റ് നമ്മൾ ബാക്ക് സസ്പെൻഷന് കൊടുക്കാൻ ശ്രമിക്കുക. ഒരു 10% ഹാൻഡ് പവറും യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. വണ്ടി വളരെ ഫ്രീ ആയിട്ട് ലിഫ്റ്റായി വരും. അപ്പോൾ വണ്ടി ആക്സിലേറ്റർ ഒരു 2000 RPM അല്ലെ 3000 ഒക്കെ മതി, കുറച്ച് നല്ല ടാർട്ട റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആക്സിലേറ്റർ നമ്മൾ ത്രോട്ടിൽ എപ്പോഴും പമ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ ക്ലച്ച് റിലീസ് ചെയ്യുക, പമ്പ് ചെയ്യുക.
എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ വളരെ റിലാക്സ് ചെയ്ത് ടൈം എടുത്ത് ചെയ്താൽ മതി. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ടൈം എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഒറ്റ റെഗുലറായിട്ട് ഒന്ന് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അടുത്ത തവണയും ചെയ്യുക. റിപ്പീറ്റ് ചെയ്യുന്നത് പോലും റിലാക്സ് ചെയ്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ കിട്ടും, ടൈമൊന്നും വേസ്റ്റ് ആവില്ല. അപ്പം ക്ലച്ച് വിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി പൊങ്ങി വരും. ഈ പൊങ്ങി വരണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് നമ്മുടെ ബോഡി വെയിറ്റ് ബാക്ക് സസ്പെൻഷനോട്ടൊന്ന് ഇരുന്ന് കൊടുക്കുക. ഈ ക്ലച്ച് വിടുന്ന് ആക്സിലേറ്റർ കൊടുക്കുന്ന ആ സെയിം സെക്കൻഡിലൊന്ന് ഇരുന്ന് ഈ 3 സംഭവം ഓരോ ടൈമിൽ വരും. അപ്പോൾ അതും പ്രാക്ടീസിലൂടെ നമുക്ക് പറ്റത്തുള്ളൂ. റെഗുലറായിട്ടുള്ള പ്രാക്ടീസ് വേണം. 1-2 തവണ പൊങ്ങി വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് ബാക്കി കാര്യങ്ങളിലോട്ട് നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാം. അപ്പോൾ ഈ പറയുന്ന കാര്യം എപ്പോഴും മൈൻഡിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും കുറച്ച് കാര്യങ്ങൾ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബേസിക് വീലിലെ മറ്റു കാര്യങ്ങൾ. അപ്പം അടുത്ത വീഡിയോ പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കുറച്ചുകൂടെ വിശദീകരിച്ചിട്ടുള്ള എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽ. അപ്പോൾ ഈ പറഞ്ഞ വീഡിയോയിലുള്ള കാര്യങ്ങളും ഒന്ന് മൈൻഡിൽ വെക്കുക. അപ്പം വണ്ടി നമ്മൾ ഇരുന്ന് വണ്ടി ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് ഈ കാല് ഈ നിലത്ത് ഡ്രാഗ് ആവുന്ന ഒരു 65 എബോ അല്ലെങ്കിൽ 70 എബോ ഡിഗ്രിയിൽ വരുന്ന സമയത്ത് കാല് ഈ ഇടത്തെ കാല് നമ്മൾ റോഡിൽ ഡ്രാഗ് ആവും. ആ ഡ്രാഗ് ആവുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യാൻ എപ്പോഴും അത് പറഞ്ഞാൽ മൈൻഡിൽ ഇത് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതിന് മുമ്പ് ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം വലിയ അപകടങ്ങൾ ഉണ്ടാകത്തില്ല. അതുപോലെ ബോഡി ബാലൻസ് നമുക്ക് ഒരിക്കലും ഇപ്പം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞ് ഒരു ബോഡി ബാലൻസ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. പലർക്കും പല ബോഡി ബാലൻസാണ്. എന്നിരുന്നാലും നമ്മളെപ്പോഴും വണ്ടി ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇടത്തോട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡ് മാക്സിമം വലിച്ചു പിടിക്കാൻ ശ്രമിക്കുക. ലെഫ്റ്റ് സൈഡിൽ തന്നെ വെയിറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. കാര്യം നമ്മുടെ ഇടത്തെ കാല് നിലത്ത് നിൽക്കുന്നത് കൊണ്ട്, കാര്യം റൈറ്റിലോട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. ഫസ്റ്റ് പഠിക്കുന്നവർക്ക് കൂടുതലും റൈറ്റിലോട്ടായിരിക്കും പോകുക. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർ ആക്സിഡൻറ്റ് അവരുടെ പേടി കൊണ്ടാണത്. 2 കാര്യം ശ്രദ്ധിക്കുക. വണ്ടി റൈറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വണ്ടിക്ക് നിങ്ങൾക്ക് വേണ്ടത്ര ഹൈറ്റ് ഇല്ല എന്നുള്ളതാണ്. അതേസമയം ലെഫ്റ്റിലോട്ട് 3-4 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഹൈറ്റ് ഇല്ലെങ്കിൽ വണ്ടി ചെറിയ ഹൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി സ്പീഡ് കൂടി ലാൻഡ് ചെയ്യുക. കുറച്ച് വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ വണ്ടി ഭയങ്കര സ്പീഡ് മുന്നോട്ട് പോവുക. ഇനി അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കുറച്ച് ഹൈറ്റ് എന്ന് തോന്നുന്ന സമയത്ത് വണ്ടി റൈറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ സത്യത്തിൽ അതിന് ഹൈറ്റ് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഹൈറ്റ് ഉണ്ടെങ്കിൽ വണ്ടി 2 രീതിയിലേ പോകത്തുള്ളൂ. ഒന്ന് പുറകോട്ട് വരുന്ന സമയത്ത് ഒന്നും നിങ്ങൾ 2 കാലും നിലത്തോട്ട് എടുത്തിടും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റൈറ്റിലോട്ട് പോവുക, ഹൈറ്റ് ഇല്ല. പുറകോട്ടാണ് വരുന്നതെങ്കിൽ ഹൈറ്റ് ഉണ്ട്, ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പുറകോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ബാലൻസിനെ കുറച്ചും കൂടി കൺട്രോൾ ചെയ്യുക. എന്നാൽ ലെഫ്റ്റിലോട്ട്, കാരണം നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് ഒരു സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സപ്പോർട്ടിനെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ വണ്ടിയെ ബാലൻസ് ചെയ്യാൻ പഠിക്കാൻ ശ്രമിക്കുക. അപ്പം ഇതൊക്കെയാണ് ബേസിക്കായിട്ട് സിറ്റ് ഡൗൺ വീല് ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വളരെ കാര്യമായിട്ടൊന്നിരുന്ന് ഹോംവർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോയാൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി കൂടുതൽ ഇപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള കൂട്ടുകാർക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ രീതിയിലാണ് പറഞ്ഞു കൊടുക്കാറ്. അവരുടെ വണ്ടി റൈറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ പറയാറുണ്ട് എടാ ഹൈറ്റ് കുറവാണ്, ഹൈറ്റ് കൂടുതൽ. ഇതെല്ലാം ഹൈറ്റും ഓക്കെ എല്ലാം ഓക്കെ കഴിഞ്ഞാൽ ഒരിക്കലും വണ്ടി വീലിൽ പോകുന്ന ഒരു വണ്ടി റൈറ്റിലോട്ട് പോകാറില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറയുമ്പം പേടി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും, നമ്മുടെ ബോഡി വെയിറ്റ് മുന്നോട്ട് പോകും. വണ്ടി നമ്മുടെ വെയിറ്റ് പുറകോട്ടാണ്, അതേപോലെ ഹൈറ്റ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ബ്രേക്കിംഗ് ഇല്ലാത്തൊരാളാണ് എപ്പോഴും വണ്ടി പുറകോട്ടേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ 2 കാലും എടുത്ത് പുറത്തോട്ട് പോകും. പിന്നെ ഈ 2 കാലും ബ്രേക്കിന് കാലെടുക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരിക്കലും ബ്രേക്കിന് കാലെടുക്കരുത്. കാലെടുക്കുന്ന ഒരു മാക്സിമം നിങ്ങൾ ബ്രേക്ക് എന്ത് വന്നാലും ബ്രേക്കിൽ ചോട്ടുക. മനസ്സിലായോ? വണ്ടി ഹൈറ്റ് വന്നാലും ഹൈറ്റ് കുറവാണെങ്കിലും ഒറ്റയടിക്ക് ക്ലച്ച് ഓഫ് ചെയ്യുക, ബ്രേക്കിൽ ചോട്ടുക. വണ്ടി ലാൻഡ് ചെയ്യുന്ന സമയം ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ഒരാൾക്ക് വേണ്ടിയുള്ളൊരു കാര്യമാണ് പറയുന്നത്. അല്ലാതെ മറ്റ് ഫ്രീ സ്റ്റൈലായിട്ടുള്ള അല്ലെങ്കിൽ ബ്രേക്കിങ്ങൊക്കെ കുറച്ച് അറിയാം, ബ്രേക്കിങ്ങിലൊക്കെ കുറച്ച് സ്ട്രെച്ച് വീൽ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ അല്ല. ബേസിക്കായിട്ട് ഒന്നും അറിയാത്ത ഒരാൾ മൈൻഡിൽ ജസ്റ്റ് പഠിച്ച് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതിന് ശേഷം ഈ പറഞ്ഞതുപോലെ കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള റോഡോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്രൗണ്ടുകളോ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി ആളും ബഹളമൊന്നും ഇല്ലാത്ത ഏരിയയിൽ 1-2 കൂട്ടുകാരൊക്കെ ആയിട്ട് പോയി പ്രാക്ടീസ് ചെയ്യുക. എന്തായാലും
ഈ വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേപോലെ ബൈക്ക് സ്റ്റണ്ടിങ് പഠിക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മാക് ഫ്രീ സ്റ്റൈൽ എന്ന പേജിലോട്ട് ഇൻസ്റ്റാഗ്രാമിൽ പേജുണ്ട്, അതേപോലെ പ്രൊഫൈലുണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട്. കൂടുതലും ഞാൻ ഇൻസ്റ്റാഗ്രാമാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ മാക്സിമം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള റിപ്ലൈസ് എല്ലാവർക്കും തരുന്നതായിരിക്കും. അപ്പം ഓക്കെ.